നമുക്കിനി വളരെ സ്പീഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ നമ്പർ ഒന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് കണ്ടുപിടിക്കുക. ഹായ്, വെൽക്കം ടു എൻട്രിയ. എൻ്റെ പേര് റിജിൻ, നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എഡ്യൂക്കേറ്റർ. അപ്പോൾ വിദ്യാരംഭമാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റഡീസിലേക്ക് വരുമ്പോൾ ഒരു പുതിയൊരു സ്റ്റാർട്ട്, അതാണ് നമ്മുടെ വിദ്യാരംഭം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ ഓർ തുടങ്ങിയവരാണെങ്കിൽ അവർക്കും ഒരു നല്ലൊരു സ്റ്റാർട്ടിനുള്ള ഒരുപാട് എക്സാംസ് ആക്റ്റീവായിട്ടും ഒരുപാട് എക്സാംസ് വിളിക്കാൻ പോകുന്ന ഒരു സമയവും, അതേപോലെ തന്നെ ഇനി അടുത്ത വർഷത്തേക്കുള്ള എക്സാംസ് ഒക്കെ ഇനി ഫ്യൂ മന്ത്സ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വിളിച്ചു തുടങ്ങുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു നല്ലൊരു സ്റ്റാർട്ടിനുള്ള ഒരു ടൈം കൂടിയാണ് നമ്മുടെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയ. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്സിൻ്റെ ഏരിയ, ആ ഒരു മാത്സിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാൽക്കുലേഷൻ. ആൻഡ് ആ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ വേദിക് മാത്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ട്രിക്സ് എന്ന് പറയുന്നത്, വേദിക് മാത്സിന്റെ ട്രിക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ തൊട്ട് ഇനി അങ്ങോട്ട് വരുന്ന കുറേ ദിവസങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു വേദിക് മാത്സിൽ നമുക്ക് വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് ആവശ്യം വരുന്ന, അതിപ്പോൾ ഏതൊരു എക്സാം ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, റെയിൽവേ എക്സാംസ് ആയിക്കോട്ടെ, അല്ലാതെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന വേരിയസ് എക്സാംസ് ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനായാലും നമുക്ക് മാത്സിൻ്റെ ഒരു ഏരിയ ഉള്ള ഒരു എക്സാം ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആവശ്യം വരുന്ന ഒരു ഏരിയയാണ് വേദിക് മാത്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങുമ്പോൾ, മാത്സ് പ്രിപ്പയർ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു വേദിക് മാത്സിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് വേണ്ടി അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു വേദിക് മാത്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ ട്രിക്സുകളും നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കാൽക്കുലേഷൻ ട്രിക്സും കാൽക്കുലേഷൻ സ്കിൽസ് ഒക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക, അതിനെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. വളരെ ഫാസ്റ്റായിട്ട് പെന്നും പേപ്പറും ഉപയോഗിക്കാതെ എടുക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ സ്റ്റെപ്സ് എഴുതി വളരെ പെട്ടെന്ന് ആ കാൽക്കുലേഷൻസ് എടുക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് വേദിക് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു ഏരിയ, നിങ്ങൾക്കറിയാം ഏത് എക്സാം എടുത്താലും നമുക്ക് കോമൺ ആയിട്ട് വരുന്നൊരു ഏരിയയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അവിടെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏരിയയുടെ അണ്ടറിൽ നമുക്ക് ഏകദേശം ഇപ്പം പല എക്സാംസിനും നമുക്കിപ്പോൾ ബാങ്ക് എടുക്കുകയാണെങ്കിൽ ഒരു 22 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. SSC എടുക്കുകയാണെങ്കിൽ ഒരു 24 തൊട്ട് 25 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. റെയിൽവേ എക്സാംസിന് ഏകദേശം അതേപോലെ തന്നെയാണ്. അതുപോലെ ഏതൊരു എക്സാംസ് എടുത്താലും, അതിപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് അല്ല, ഈവൻ സ്റ്റേറ്റ് ഗവൺമെന്റ് PSC എക്സാംസ് എടുത്താൽ പോലും നമുക്ക് ഈ പറയുന്നത് അവിടെയും ക്വസ്റ്റിന്റെ കൗണ്ടി വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ ഓൾമോസ്റ്റ് സെയിം ചാപ്റ്റേഴ്സ് തന്നെയാണ് പഠിക്കാനുള്ളത്. ആൻഡ് ഏതൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലും ആ ചാപ്റ്ററിൽ നമുക്ക് ഫോർമുലാസും ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പലരും അതിനെ ചെയ്യുന്നതും പണ്ടത്തെ സ്കൂളിലെ മെത്തേഡിലും നമ്മുടെ പണ്ടത്തെ യൂഷ്വൽ കൺവെൻഷണൽ മെത്തേഡ്സും ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്യുന്നതും അതുപോലത്തെ ട്രഡീഷണൽ മെത്തേഡ്സിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ കുറച്ച് സമയമുള്ളൂ. ആൻഡ് വളരെ കുറച്ച് സമയമുള്ളെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ആണ്. മാത്സിന്റെ ഏരിയയിലാണ് നമുക്ക് ഒരിക്കലും സമയം തികയാത്തത്. സോ അവിടെ സമയം തികയാത്തതിന്റെ മെയിൻ റീസൺ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് എഴുതുന്നതുകൊണ്ടും നമ്മുടെ കാൽക്കുലേഷൻ ഏരിയാസ് ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് ട്രഡീഷണൽ ആംഗിളിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻസിനെ നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യുവാണെങ്കിൽ, നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസിനെ നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, കാൽക്കുലേഷൻസിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ കാൽക്കുലേഷൻ ഏരിയ കംപ്ലീറ്റ് ചെയ്ത് ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. പലവരും ഈ പറയുന്ന ആൻസേഴ്സ് മാർക്ക് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഏറ്റവും നല്ലപോലെ ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത് ഒരിക്കലും ഫുൾ ആൻസർ കണ്ടുപിടിച്ചിട്ടല്ല. ആൻസറിന്റെ അവസാനത്തെ ഡിജിറ്റ്, ആൻസറിന്റെ അവസാനത്തെ 2 ഡിജിറ്റ്, ആൻസറിന്റെ റേഞ്ച്, നമ്പേഴ്സ് ഈവൻ ആണോ ഓഡ് ആണോ, ഡിവിസിബിലിറ്റി റൂൾസ്, ഇങ്ങനെയുള്ള ഒരുപാട് ട്രിക്കുകൾ ഉപയോഗിച്ചാണ് എക്സാംസിൽ ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ കാൽക്കുലേഷൻ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ വേദിക് മാത്സിന്റെ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ആൻസേഴ്സിലേക്ക് എത്തിക്കാൻ, ഇവരൊരു ആൻസർ കണ്ടുപിടിക്കേണ്ട ഒരു പോയിന്റ് വരുവാണെങ്കിൽ പോലും ആ ആൻസറിലേക്ക് എത്തിക്കാൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ വേദിക് മാത്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ കാൽക്കുലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിന്റെ ഏരിയയിൽ. ആൻഡ് ആ കാൽക്കുലേഷൻസിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ വേദിക് മാത്സിന്റെ ട്രിക്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം സൈഡിൽ പോയി എഴുതി റഫ് വർക്ക് ഒരുപാട് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം വളരെ ചെറിയ സ്റ്റെപ്സ് വഴി നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വേദിക് മാത്സ് വളരെ ഇമ്പോർട്ടൻറ്റും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഏരിയ നമ്മളിവിടെ ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ ചെറിയൊരു ഏരിയാസ് വേദിക് മാത്സിൽ വരുന്ന ട്രിക്സുകളും ആ ഒരു ഏരിയാസും കവർ ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക, പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ടും അവർക്കും അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് ട്രിക്സുകളാണ് വേദിക് മാത്സിൽ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യമേ നമുക്കറിയാം വേദിക് മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സ്ക്വയറും
സ്ക്വയർ റൂട്ടും ക്യൂബും, ക്യൂബ് റൂട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്നാണ്. സ്ക്വയറും സ്ക്വയർ റൂട്ടും ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. എങ്ങനെ വളരെ പെട്ടെന്ന് സ്ക്വയർസ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പറഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്നത്തെ കറന്റ് ട്രെൻഡ് വെച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ റീസെന്റ് നടന്ന എക്സാംസ്, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാം, ലാസ്റ്റ് 3 മന്ത്സിൻ്റെ അകത്ത് നടന്നിട്ടുള്ള എക്സാംസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എക്സാംസിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ക്വയർ എവിടെ വരെ പഠിക്കണം എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്വയർ എവിടെ വരെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിന്റെ ട്രെൻഡ് വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ പണ്ട് 2021 സമയത്തൊക്കെ 30 സ്കോർ പഠിക്കണമെന്ന് പറയുമായിരുന്നു. 2023, 24 വരെയൊക്കെ ആണെങ്കിൽ നമ്മൾ 40 സ്കോർ നല്ലപോലെ പഠിക്കണം എന്ന് നമ്മൾ പറയുമായിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ 2025 ലാസ്റ്റ് 2026ലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ റീസെന്റ് നടന്ന എക്സാംസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 40 സ്കോർ പോരാ, നമുക്കൊരു 50 വരെയുള്ള സ്ക്വയർസ് നല്ലപോലെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരിക്കലും അതിൽ ഷോർട്ട് കട്ട് ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു 50 വരെയുള്ള സ്ക്വയർസ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് ആ ഒരു സ്ക്വയർസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നല്ല വലിയൊരു 50 വരെയുള്ള സ്ക്വയറിന്റെ ഈ ഒരു ടേബിൾ ഏറ്റവും നല്ലപോലെ പഠിക്കുക. ലൈക്ക് ഇതിന്ന് റാൻഡം ആയിട്ട് എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റണം. ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ പഠിക്കുക. നിങ്ങളുടെ പേര് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ പേര് പറയുന്നത് ആ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് ഈ സ്ക്വയർസ് പറയാൻ പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു 50 വരെയുള്ള സ്ക്വയർസ് നല്ലപോലെ പഠിച്ചു വെക്കുക. 50ന്റെ മുകളിലോട്ട് നമുക്ക് വരും. നമുക്ക് എക്സാംസിൽ പണ്ടൊക്കെ ഒരു 130 വരെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ആ നമ്പേഴ്സ് ഒക്കെ സ്ക്വയർസ് ഒക്കെ ചോദിക്കുന്നത് ഒരു 300ന്റെ ഉള്ളിലേക്ക് ആ ഒരു റേഞ്ചിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന ഒരു 300, നമുക്ക് 200 റേഞ്ചിലുള്ള നമ്പേഴ്സിനെയും സ്ക്വയർസ് ഇപ്പം കണ്ടുപിടിക്കേണ്ട ആവശ്യം വരാറുണ്ട് പല ക്വസ്റ്റ്യൻസിലും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന 50 സ്ക്വയർ നമ്മൾ നല്ലപോലെ പഠിച്ചു വെക്കുക. പണ്ടൊക്കെ 130 വരെയാണ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം നമുക്കത് 200 ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ വലിയ വലിയ നമ്പേഴ്സ് വന്നാലും നമുക്ക് എങ്ങനെയാണ് ഈ 100 ക്രോസ് ചെയ്തുള്ള നമ്പേഴ്സ് വന്നാലും എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കാം എന്നുള്ളതടക്കം നമുക്ക് ഇനി അടുത്ത വരുന്ന സെഷനിൽ നമുക്കിപ്പം ഈ ഒരു സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഇനിഷ്യലി പഠിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സ്ക്വയേഴ്സ് അത്യാവശ്യം കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്വയർ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാനും പറ്റത്തുള്ളൂ. സ്ക്വയർ റൂട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സ്ക്വയേഴ്സിന്റെ അഡ്വാൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് കുറച്ച് ബേസിക് സ്ക്വയർസ് വേണം. അതുപോലെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് അത്യാവശ്യം കുറച്ച് ബേസിക് സ്ക്വയർസ് വേണം. അപ്പോൾ സ്ക്വയർ അറിയാതെ സ്ക്വയർ കണ്ടുപിടിക്കാനും പറ്റത്തില്ല, അഡ്വാൻസ് സ്ക്വയർ കണ്ടുപിടിക്കാനും പറ്റത്തില്ല, അഡ്വാൻസ് നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇത് എടുത്തു വെക്കുക. നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു ടേബിളിനെ നല്ലപോലെ മുമ്പിൽ നിന്ന് ബാക്കിലേക്കും ബാക്കിൽ നിന്ന് മുമ്പിലേക്കും ഒക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് കട്ട്സിലേക്ക് അടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് സ്ക്വയർസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഒരു നമ്പറിന്റെ സ്ക്വയർ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു നമ്പറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം. ഇപ്പോൾ നമുക്ക് എടുക്കാനാണെങ്കിൽ നമുക്ക് 12 എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും 12ന്റെ സ്ക്വയർ വളരെ നല്ലപോലെ അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 12ന്റെ സ്ക്വയറിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 12ന്റെ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്താണ് 144 ആണ്. പക്ഷേ അതൊരു ഷോർട്ട് കട്ട് വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു 12ന്റെ സ്ക്വയർ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലപോലെ മനസ്സിലാക്കാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 12ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. സോ 12ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോഴും ആദ്യം തന്നെ നമ്മൾ ആ നമ്പറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മൾ ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവസാനത്തെ ഡിജിറ്റ് ഒറ്റയ്ക്കായിരിക്കും. ബാക്കി എത്ര ഡിജിറ്റ് ഉണ്ടോ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു ഡിജിറ്റേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ 3 ഡിജിറ്റ് നമ്പർ വരുവാണെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് ഒറ്റയ്ക്കും ബാക്കിയുള്ള 2 നമ്പർ ഒരുമിച്ചുമായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നമ്പേഴ്സിനെ എ എന്നും നമ്മുടെ ഈ അവസാനത്തെ നമ്പറിനെ അവസാനത്തെ ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റിനെ ബി എന്നുമായിരിക്കും നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾ ഈ സ്ക്വയറിന്റെ ഷോർട്ട് കട്ട് എപ്പോഴെങ്കിലും മറന്നു പോയാൽ പോലും നിങ്ങൾക്ക് അതൊരിക്കലും കംപ്ലീറ്റ്ലി മറക്കുന്ന ഒരു ആംഗിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുതി എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവണം. അത് എവിടുന്ന വന്നേ നടക്കാൻ നിങ്ങൾ അറിയണം. ആ ഷോർട്ട് കട്ട് മാത്രം അറിഞ്ഞിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ എവിടുന്ന ഈ സ്ക്വയറിന്റെ ഷോർട്ട് കട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ നിന്നാണ് നമ്മുടെ ഈ സ്ക്വയറിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. നമ്മൾ ആ ഫോർമുല ഉപയോഗിക്കേണ്ട, ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇത് എവിടുന്നാണ് വരുന്നുള്ളത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. നമുക്കിപ്പോൾ തൽക്കാലം അതിനെ എഴുതാൻ ഒരു ഓർഡറിന് വേണ്ടി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് നമുക്ക് അതിനെ എഴുതാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ സ്ക്വയറിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഫോർമുല ഒന്നും വേണ്ട, പക്ഷെ നമുക്ക് എന്താ വേണ്ടിയെന്ന് ചോദിച്ചാൽ ഇതിലെ ഈ ഓരോ ടേംസും ആണ് നമുക്ക് വേണ്ടിയത്. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സ്ക്വയർസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 12ന്റെ സ്ക്വയർ വളരെ പെട്ടെന്ന് എടുക്കാം. ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, എ സ്ക്വയർ എടുക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളിപ്പോൾ എഴുതിയേക്കുന്ന അനുസരിച്ച് എ ഏതാണ് 1 ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1ന്റെ സ്ക്വയർ എ സ്ക്വയർ 1ന്റെ സ്ക്വയർ എത്രയാണ് 1 ആണ്. പക്ഷേ നമുക്കറിയാം ഈ 1ഉം 2ഉം 3ഉം എടുക്കുന്ന സമയത്ത് അതിന്റെ സ്ക്വയർ എടുത്ത് അവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ. 1ന്റെ സ്ക്വയർ 1 ആണ്, 2യുടെ സ്ക്വയർ 4 ആണ്, 3യുടെ സ്ക്വയർ 9 ആണ്. സോ അവിടെയൊക്കെ ഒരു ഡിജിറ്റ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം എത്ര ഡിജിറ്റ് വേണം? 2 ഡിജിറ്റ് എങ്കിലും വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ഒന്ന് 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് 0 1 എന്ന് എടുക്കാം. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ 12 എന്നുള്ള നമ്പർ ചൂസ് ചെയ്യാൻ കാരണം. ബിക്കോസ് ഈ പറഞ്ഞ ഐഡിയാസ് കൂടി അവിടെ വരും. അപ്പോൾ അതുകൂടി ഷെയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 2യുടെ സ്ക്വയർ 4 എന്നാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് 2 ഡിജിറ്റ് വേണം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 0 4 എന്ന് എടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എ സ്ക്വയറും എടുത്തു, അതുപോലെ നമ്മൾ ബി സ്ക്വയറും എടുത്തു. അപ്പോൾ നമ്മൾ എ സ്ക്വയറും ബി സ്ക്വയറും ആയി. നമ്മൾ ആ ഫോർമുല എഴുതിയതിൽ എ സ്ക്വയറും കംപ്ലീറ്റ് ചെയ്തു, ബി സ്ക്വയറും കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ നമുക്ക് വേണ്ടി? 2ab. അപ്പോൾ 2ab നമ്മൾ പെട്ടെന്ന് ആലോചിച്ചെടുക്കുക. ഇപ്പോൾ 2ab എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എഴുതാൻ നിൽക്കല്ല. 2ab എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ എ ബി 1 ഇൻറ്റു 2 അതങ്ങ് ചെയ്യുക. ഓക്കെ, 1 ഇൻറ്റു 2. അപ്പോൾ 1 ഇൻറ്റു 2 ചെയ്താൽ 2 എന്ന് വരും. എന്നിട്ട് പിന്നെ അതിനെ എന്ത് ചെയ്യണം? ഡബിൾ ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു 2ab എന്ന് ആലോചിക്കേണ്ട. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ 1 ഇൻറ്റു 2 ചെയ്തിട്ട് ആ സ്ക്വയർ എന്ന് പറയുന്നത് 2 അല്ലേ? ആണ് ഈ 1 ഇൻറ്റു 2 ചെയ്തിട്ട് ഒന്നെങ്കിൽ അതിനെ ഡബിൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ 1 ഇൻറ്റു 2 2 ഇൻറ്റു ആ സ്ക്വയർ എന്നുള്ള ആ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 1 ഇൻറ്റു 2 2 ഇൻറ്റു 2 4 എന്നങ്ങ് എടുത്താലും മതി. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ ഡബിൾ എടുക്കുകയോ, അല്ലെങ്കിൽ ആ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ സ്ക്വയർ എന്നുള്ള 2 കൊണ്ട് അതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ നമുക്ക് എന്ത് വരും? 4 എന്ന് വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡബിൾ ഡിജിറ്റ് വേണം എന്നുണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 0 4 എന്ന് എടുക്കുന്നു. പക്ഷെ അത് എഴുതേണ്ടി എവിടാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും ഈ അവസാനത്തെ ഡിജിറ്റിന്റെ അണ്ടറിൽ ഒന്നും എഴുതാൻ പാടില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് ആ ലാസ്റ്റ് യൂണിറ്റ് പ്ലേസ് കഴിഞ്ഞ് അവിടുന്ന് അടുത്ത ഡിജിറ്റ് തൊട്ട് അടുത്ത നമ്മുടെ 10th പ്ലേസ് തൊട്ട് അങ്ങോട്ടാണ് നമ്മൾ ഈ എഴുതാനുള്ള എല്ലാം എഴുതേണ്ടത്. രണ്ടാമത്തെ ലൈൻ എഴുതുമ്പോൾ. അപ്പോൾ ഇതേപോലെ നമ്മൾ അതിനെ എഴുതും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? എ സ്ക്വയർ എഴുതി, ബി സ്ക്വയർ എഴുതി, നമ്മളിതാ ഈ എഴുതിയേക്കുന്നത് നമ്മുടെ 2ab ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. അത് നമ്മൾ എഴുതിയത് അവസാനം ബാക്കിൽ നിന്ന് ഒരു ഡിജിറ്റ് വിട്ടിട്ടാണ് നമ്മൾ അതിനെ അങ്ങോട്ടാണ് എഴുതിയേക്കുന്നത്. ഇനി എന്ത് ചെയ്യുക? ചുമ്മാ ആഡ് ചെയ്യുക. ഇനി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് 144 എന്ന് നമുക്ക് വരും. 144 എന്ന് നമുക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ സ്ക്വയറിന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത്. നോക്കിയേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് പോയത് ഇപ്പം. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും എഴുതേണ്ടി വരത്തില്ല. നമുക്ക് വളരെ പെട്ടെന്ന് അങ്ങ് സ്പീഡിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി വേറൊരു നമ്പർ ട്രൈ ചെയ്താലോ? നമുക്ക് 49ന്റെ സ്ക്വയർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 49ന്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോവാതെ. അപ്പോൾ ആദ്യമേ 4 ആണ് നമ്മുടെ എ, 9 ആണ് നമ്മുടെ ബി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16 എന്ന് വരും. അതിനുശേഷം നമ്മുടെ ബിയുടെ സ്ക്വയർ 9ന്റെ സ്ക്വയർ 81 എന്ന് വരും. നമ്മുടെ എ സ്ക്വയറും എഴുതി, ബി സ്ക്വയറും എഴുതി. ഇനി 2ab എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഇൻറ്റു 9 36. ആ 36 ഇൻറ്റു ആ മുകളിൽ കിടക്കുന്ന 2 എന്ന് ചെയ്യുക. അല്ലെങ്കിൽ ആ 36ന്റെ ഡബിൾ അങ്ങ് എടുക്കുക. അപ്പോൾ 4 ഇൻറ്റു 9 36, 36ന്റെ ഡബിൾ 72. എന്നിട്ട് എന്ത് ചെയ്യുക? ചുമ്മാ അങ്ങ് ആഡ് ചെയ്യുക. ചുമ്മാ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 1 എന്ന് വരും. ഇവിടെ നമുക്ക് 10 0 ക്യാരി ഓവർ പോകും. നമുക്ക് 7 + 7 14 എന്ന് വരും. ഇവിടെയും ക്യാരി ഓവർ പോകും. നമുക്ക് ഇവിടെ 2 എന്ന് വരും. 2401. നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പോൾ നമ്മൾ ആ ടേബിളിൽ നേരത്തെ കണ്ടതേ ഉള്ളൂ. 49ന്റെ സ്ക്വയർ 2401 ആണ്. സോ നമുക്കത് വളരെ ഈസി ആയിട്ട് ആ 2401 എന്നുള്ള സ്ക്വയർ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു നമ്പേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ നമുക്ക് ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ നമ്പർ കൂടി ട്രൈ ചെയ്താലോ? ഇപ്പൊ നമുക്ക് വീണ്ടും നമുക്ക് ഇതേപോലത്തെ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് വരുന്ന പോലത്തെ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ചുമ്മാ 23ന്റെ സ്ക്വയർ ഒന്ന് ട്രൈ ചെയ്യാം. 23. അപ്പോൾ 23യുടെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞ പോലെ 2യുടെ സ്ക്വയർ 04 എന്ന് എടുക്കുക, 3യുടെ സ്ക്വയർ 09 എന്ന് എടുക്കുക. അപ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ ആയി. ഇനി അടുത്ത 2ab 2 ഇൻറ്റു 3 6. 6ന്റെ ഡബിൾ നമുക്ക് 12 എന്ന് വരും. അപ്പോൾ 12 നമ്മൾ എഴുതേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കിൽ നിന്ന് ഒരു ഡിജിറ്റ് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് എഴുതുക. ഇനി അങ്ങ് പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്താൽ നമുക്ക് ഇവിടെ 9 എന്ന് വരും. ഇവിടെ നമുക്ക് 2 എന്ന് വരും. നമുക്ക് 4 + 1 5 എന്ന് വരും. 529 എന്ന് നമുക്ക് ആൻസർ വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് സ്കോർ ആണ് 23യുടെ സ്കോർ എന്ന് പറയുന്നത്. അത് നമുക്ക് 529 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കുറച്ച് വലിയ നമ്പേഴ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വളരെ സ്പീഡ് ചെയ്തോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ നമ്പർ ഒന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ രീതി ചെയ്ത് പോയി. ഓക്കെ, ആൻഡ് മാക്സിമം സ്പീഡ് എടുക്കുക. ഇതൊരു 2 തൊട്ട് 3 സെക്കൻഡിൽ കിട്ടണം എന്നൊരു ആംഗിളിലാണ് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വളരെ പെട്ടെന്ന് എടുക്കാം. കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് ട്രൈ ചെയ്യാം. ആൻഡ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സ്. അപ്പോൾ ആദ്യമേ നമുക്ക് 64 എടുക്കാം. അപ്പോൾ 64യുടെ സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6ന്റെ സ്ക്വയർ 36, 4യുടെ സ്ക്വയർ 16, 4 ഇൻറ്റു 6 24, 24യുടെ ഡബിൾ 48. 48നെ എഴുതേണ്ടത് ബാക്കിൽ നിന്ന് ഒരു ഡിജിറ്റ് വിട്ടിട്ട് നമ്മൾ എഴുതുക 48. ഇനി ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് 6 എന്ന് വരും, ഇവിടെ നമുക്ക് 9 എന്ന് വരും, ഇവിടെ നമുക്ക് 0 ക്യാരി ഓവർ 4 4096. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ 64യുടെ സ്ക്വയർ 4096. വേറെ നമ്പർ ട്രൈ ചെയ്യാം.
വേറെ നമുക്ക് ജസ്റ്റ് അടുത്ത ഒരു റേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ 73 ട്രൈ ചെയ്യാം. 73യുടെ സ്ക്വയർ. അപ്പോൾ 7ന്റെ സ്ക്വയർ 49, 3യുടെ സ്ക്വയർ 09. അപ്പോൾ 0 ഇടാൻ വിട്ടുപോലെ 09. ഇനി നമുക്ക് 3 × 7 21. 21ന്റെ ഡബിൾ 42. ഇനി എന്ത് ചെയ്യുക? ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് 9 വരും, നമുക്ക് ഇവിടുന്ന് 2 വരും. 9 + 4 നമുക്ക് 13 വരും. 3 ആൻഡ് ദെൻ ക്യാരി ഓവർ നമുക്കത് 5329 എന്ന് നമുക്ക് ആൻസർ വരും. 5329. നോക്കിയേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. അടുത്ത റേഞ്ചിലേക്ക് പോയാലോ? ഇനി അടുത്ത് നമുക്കൊരു 80 റേഞ്ചിലേക്ക് പോകാം. 80 റേഞ്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് 87ന്റെ സ്കോർ ഒന്ന് കണ്ടുപിടിക്കാം. സോ 87ന്റെ സ്കോർ എന്ന് പറയുമ്പോൾ 8ന്റെ സ്കോർ 64, നമ്മുടെ 7ന്റെ സ്കോർ 49. അതിനുശേഷം നമുക്ക് 8 × 7. ഇപ്പോൾ 7 8s 56. 56ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 50യുടെ ഡബിൾ 100ഉം 6ന്റെ ഡബിൾ 12ഉം. സോ 100ഉം 12ഉം കൂടി 112. അപ്പോൾ നോക്കിയേ, 112 3 ഡിജിറ്റ് വന്നു. നമ്മൾ ബാക്കിൽ നിന്ന് ഒരു ഡിജിറ്റ് വിട്ടിട്ട് നമ്മൾ ആ 112 എഴുതുക. എപ്പോഴും ലാസ്റ്റിലെ ഡിജിറ്റിന്റെ അടിയിൽ ഒന്നും എഴുതില്ല, അത്രേ ഉള്ളൂ. നമ്മൾക്ക് ഇനി ആഡ് ചെയ്യാം. ആണെങ്കിൽ നമുക്ക് ഇവിടെ 9 എന്ന് വരും, നിങ്ങൾക്ക് 4 + 2 6 എന്ന് വരും, 4 + 1 5 എന്ന് വരും, ആൻഡ് 6 + 1 നമുക്ക് 7 എന്ന് വരും. ആൻസർ 7569 എന്ന് നമുക്ക് ആൻസർ വരും. 7569. ആൻഡ് ഫൈനലി നമുക്ക് 90 റേഞ്ചിൽ നമ്പർ കൂടി ചെയ്ത് നോക്കാം. 90 റേഞ്ചിൽ നമുക്ക് 91 എടുക്കാം. സോ 91ന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 9ന്റെ സ്ക്വയർ നമുക്ക് 81 എന്ന് വരും. 1ന്റെ സ്ക്വയർ 01 എന്ന് വരും. 1 × 9 9 എന്ന് വരും. 9ന്റെ ഡബിൾ 18 എന്ന് വരും. ആ 18 നമ്മളിവിടെ എഴുതുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. ആണെങ്കിൽ 1 8 2 8 8281. നോക്കിയേ, 8281. അതാണ് നമ്മുടെ 91ന്റെ സ്ക്വയർ. അപ്പോൾ എങ്ങനെയാണ് സ്ക്വയർ എടുക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിട്ടുണ്ടായിരിക്കും. അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് 100ന്റെ മേളിലോട്ടുള്ള നമ്പർ ഒന്ന് ക്രോസ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 100ന്റെ മുകളിലോട്ട് വന്നാലും എങ്ങനെ എടുക്കാം? അപ്പോൾ 100ന്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്കൊരു നമ്പർ പിക്ക് ചെയ്യാം. ആദ്യം നമുക്ക് 107 എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 107 എന്ന് പറയുമ്പോൾ ഏതിനെയാണ് എ എടുക്കേണ്ടത്, ഏതിനാണ് ബി എടുക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവസാനത്തെ ഡിജിറ്റ് എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും, ബി. ബാക്കിയുള്ള നമ്പേഴ്സ് ഒരുമിച്ചായിരിക്കും. അതിപ്പോൾ എത്ര നമ്പർ ഉണ്ടെങ്കിലും അവർ ഒരുമിച്ചായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ എ. ഇനി എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എടുക്കാം. അപ്പോൾ 10ന്റെ സ്ക്വയർ നമ്മുടെ 100 എന്ന് വരും. 7ന്റെ സ്ക്വയർ നമുക്ക് 49 എന്ന് വരും. അതിനുശേഷം 7 × 10 70. 70യുടെ ഡബിൾ 140. നമ്മൾ നേരത്തെ എഴുതിയ പോലെ ലാസ്റ്റിന്റെ അടിയിൽ ഒന്നും എഴുതല്ല, ജസ്റ്റ് 140. ഇനി നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ 9 എന്ന് വരും. അതിനുശേഷം നമുക്ക് ഇവിടെ 4 എന്ന് വരും. ഇവിടെയും നമുക്ക് 4 എന്ന് വരും. പിന്നെ ആ 2 1 താഴേക്ക് 1 and 1. അപ്പം 11449 എന്ന് നമുക്ക് ആൻസർ വരും. അപ്പം 107ന്റെ സ്ക്വയർ 107ന്റെ സ്ക്വയർ 11449 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത 10ന്റെ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വളരെ ഇമ്പോർട്ടന്റ് നമ്പർ എടുക്കാം. എക്സാമിൽ വളരെയധികം ചോദിക്കുന്നത് 112ന്റെ സ്ക്വയർ എടുക്കാം. 112 എന്ന് പറയുമ്പോൾ 11ന്റെ സ്ക്വയർ നമുക്ക് 121 എന്ന് വരും. 2യുടെ സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 04 എന്ന് എടുക്കുക. 2 × 11 22. 22യുടെ ഡബിൾ 44. സോ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നമ്മൾ ആ 44 എഴുതുന്നു. നമുക്ക് ഇവിടെ 4 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും. നമുക്ക് ഇവിടെ 5, ഇവിടെ നമുക്ക് 2 ആൻഡ് ഇവിടെ 1. നമുക്ക് 12544 എന്ന് നമുക്ക് ആൻസർ വരും. 12,544 നമുക്ക് ആൻസർ വരും. ആൻഡ് ഫൈനലി നമുക്ക് ലാസ്റ്റ് ഒരു നമ്പർ കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്ക്വയറിന്റെ കേസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് 131ന്റെ സ്ക്വയർ ഒന്ന് എടുക്കാം. 131. അപ്പോൾ 13ന്റെ സ്ക്വയർ നമുക്ക് 169 എന്ന് വരും. 1ന്റെ സ്ക്വയർ 01 എന്ന് തന്നെ എടുക്കണം. പിന്നെ 1 × 13 13. 13ന്റെ ഡബിൾ 26. ഇനി നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ നമുക്ക് 1 6 1 ക്യാരി ഓവർ 7 1. 17,161. 17,161 എന്ന് നമുക്ക് സ്ക്വയർ വരും. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്വയർ എടുക്കാൻ നല്ലപോലെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഏത് റേഞ്ചിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്വയർ എടുക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം 100ന്റെ അകത്തായിരിക്കും വരുന്നത്. വളരെ റെയർ ആയിട്ടായിരിക്കും 100 ക്രോസ് ചെയ്യുന്നത്. 100 ക്രോസ് ചെയ്താലും പിന്നെയും ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് നമുക്കൊരു 200ന്റെ അകത്ത്, എസ്പെഷ്യലി 130ന്റെ അകത്തായിരിക്കും വരുന്നത്. പിന്നെ വളരെ റയറസ്റ്റ് ഓഫ് ദി റയർ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, 200 റേഞ്ചിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഈ 100ന്റെ റേഞ്ചിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറൊക്കെ നമുക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് ഏത് നമ്പേഴ്സിന്റെയും സ്കോർ കണ്ടുപിടിക്കാൻ പറ്റും. വേറെ പല മെത്തേഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല. പല റേഞ്ച് വരുമ്പോൾ ഒരേ റേഞ്ചിൽ തന്നെ നമുക്ക് നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ തന്നെ നമുക്ക് സ്കോർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിനി സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ സ്ക്വയർ ആയെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ക്വയർ റൂട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത ഏതെങ്കിലും പരിചയമുള്ള നമ്പേഴ്സ് തന്നെ എടുത്തിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏത് നമ്പർ എടുക്കാം? നമുക്ക് നേരത്തെ നമ്മൾ 12 വെച്ച് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് നല്ല പരിചയമുള്ള ഏതെങ്കിലും നമ്പർ എടുക്കാം. നമുക്ക് 441 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ 441. ഓക്കെ, അപ്പോൾ നമ്മുടെ 441 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഏതിന്റെ സ്ക്വയർ ആണ്? നമ്മുടെ 441 എന്ന് പറയുന്നത് നമ്മുടെ 21ന്റെ സ്ക്വയർ ആണ് നമ്മുടെ 441 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് സ്ക്വയർ റൂട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മേജർ ആയിട്ട് നമുക്ക് 3 സ്റ്റെപ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 441 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആയിട്ട് വരുന്ന 3 സ്റ്റെപ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തന്നേക്കുന്ന നമ്പറിനെ, എത്ര വലിയ നമ്പർ ആയാലും തന്നേക്കുന്ന നമ്പറിനെ ബാക്കിൽ നിന്ന് 2 നമ്പർ വിട്ടിട്ട് ആ നമ്പറിനെ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഏത് നമ്പർ ആണെങ്കിലും എത്ര വലിയ നമ്പർ ആണെങ്കിലും നമ്പറിനെ ബാക്കിൽ നിന്ന് 2 ഡിജിറ്റ് വിട്ടിട്ട് ആ നമ്പറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന 1 അവസാനിക്കുന്ന സ്ക്വയർ ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതിന്റെയൊക്കെ സ്ക്വയർ ആണ് 1-ൽ അവസാനിക്കുന്നത്? നമ്മുടെ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിൽ ഏതിന്റെയൊക്കെ സ്ക്വയർ ആണ് 1-ൽ അവസാനിക്കുന്നത്? അപ്പോൾ നമ്മുടെ 1ന്റെ സ്ക്വയർ 1-ലാണ് അവസാനിക്കുന്നത്. അതുപോലെ നമ്മുടെ 9ന്റെ സ്ക്വയർ 81 ആണ്, 1-ലാണ് അവസാനിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കിട്ടാൻ പോകുന്ന ആൻസറിന്റെ അവസാനത്തെ ഡിജിറ്റ് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 9 ആയിരിക്കും. ഇതേപോലെ നമ്മുടെ ആദ്യത്തെ എല്ലാ നമ്പേഴ്സ് നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, നമുക്ക് നമ്മുടെ സ്ക്വയറിലേക്ക് വരുമ്പോൾ ഏതിന്റെയൊക്കെ സ്ക്വയർ 1-ൽ അവസാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1-ൽ അവസാനിക്കുന്നത്. അതുപോലെ 9ന്റെ സ്ക്വയർ 1-ലാണ് അവസാനിക്കുന്നത്. 1ന്റെ സ്ക്വയർ 1-ഉം 9ന്റെ സ്ക്വയർ 81-ഉം. അതുപോലെ ഇനി ഏതിന്റെയൊക്കെ സ്ക്വയർ ആണ് നമ്മുടെ 4-ൽ അവസാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2യുടെ സ്ക്വയർ 4-ൽ അവസാനിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാം 8 64. അപ്പോൾ 8ന്റെ സ്ക്വയറും 64-ൽ അവസാനിക്കുന്നത്. അതുപോലെ ഏതിന്റെയൊക്കെ സ്ക്വയർ ആണ് 9-ൽ അവസാനിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3യുടെ സ്ക്വയർ 9-ലാണ് തീരുന്നത്. അതുപോലെ നമ്മുടെ 7ന്റെ സ്ക്വയർ 49, അത് 9-ലാണ് തീരുന്നത്. പിന്നെ ഏതിന്റെയൊക്കെ സ്ക്വയർ ആണ് 6-ൽ അവസാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16, 16 വരുന്നത്, 6-ലാണ് അവസാനിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാം 6ന്റെ ഏത് പവർ എടുത്താലും 6-ലായിരിക്കും അവസാനിക്കുന്നത്. ഇനി ഈ കാറ്റഗറിയിൽ പെടാത്ത 2 പേര്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയുടെ കൂടെ എടുക്കാൻ പറ്റാത്ത 2 പേര് എന്ന് പറഞ്ഞാൽ 5-ഉം 0-ആണ്. നിങ്ങൾക്കറിയാം 5 എപ്പോഴും 5-ലേ അവസാനിക്കത്തുള്ളൂ, അല്ല 0 എപ്പോഴും 0-ലേ അവസാനിക്കത്തുള്ളൂ എന്ന് നമുക്കറിയാം. 0 എപ്പോഴും 0-ലേ അവസാനിക്കത്തുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതൊരു നമ്പർ കിട്ടിയാലും ആദ്യം എൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ആ ലാസ്റ്റ് ഡിജിറ്റ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ എടുത്ത 441-ൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1-ൽ അവസാനിക്കുന്ന സ്ക്വയർ ഏതൊക്കെയാണെന്ന് നോക്കുക. 1-ൽ അവസാനിക്കുന്ന സ്ക്വയർ 1-ഉം 9-ഉം ആണ് 1-ൽ അവസാനിക്കുന്ന സ്ക്വയർ. നമ്മുടെ ഈ സൈഡിലെ പരിപാടി കഴിഞ്ഞു. ഇനി ആ സൈഡിലേക്ക് വരികയേ വേണ്ട. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരിക. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, അവിടെ തന്നേക്കുന്ന ആ നമ്പറിന്റെ താഴെയുള്ള സ്ക്വയർ ഏതാന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമുക്കറിയാം 4ന്റെ അടുത്ത് വരുന്നതോ 4ന്റെ അടിയിൽ വരുന്ന സ്ക്വയർ ഏത് തന്നെ? 4 തന്നെ. അങ്ങനെയാ 4 എടുക്കുക. എന്നാൽ ഏതിന്റെ സ്ക്വയർ ആണ്? നമ്മുടെ 2ന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ 2 കൊണ്ടുവന്ന് ഇവിടെ ഇതിന്റെ മുമ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എയ്തർ 21 ആണ് അല്ലെങ്കിൽ 29 ആണ്. ഈ രണ്ടിൽ ഏതോ ഒന്നാണ് ആൻസർ. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പുറത്തേക്ക് വരിക. ആ 4ന്റെ അടുത്ത് വരുന്നതോ 4ന്റെ നമ്മുടെ ആ 4ന്റെ അടുത്ത് വരുന്നതോ 4-ൽ അവസാനിക്കുന്നതോ ആയിട്ടുള്ള സ്ക്വയർ ഏതാന്ന് ആലോചിച്ച് നോക്കുക. അത് 4 തന്നെയാണ്. ലൈക്ക് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നൊരു ആംഗിളിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് 4 തന്നെയാണ്. 4 എന്റെ സ്ക്വയർ ആണ്, 2യുടെ സ്ക്വയർ ആണ്. അപ്പൊ ആ 2 കൊണ്ടുവന്ന് ഈ ഇവിടെ അങ്ങ് ഇട്ട് കൊടുക്കുക. 21-ഓ 29-ഓ. ഇനി ഒറ്റ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് 21 ആണോ 29 ആണോ, അതാണ് നമുക്ക് അറിയാനുള്ളത്. അത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് കിട്ടിയ 2 ഇല്ലേ, ആ 2 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ ചെയ്യുക. ഓക്കെ, ഏത് നമ്പർ ആണോ കിട്ടുന്നത് അത് ഇൻറ്റു നെക്സ്റ്റ് നമ്പർ. അപ്പൊ 2 ഇൻറ്റു 3 ചെയ്ത് നമുക്ക് എത്രയെന്ന് വരും? 6 എന്ന് വരും. ഇനി നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈ കിട്ടിയ 6-നേക്കാളും ആ തന്നിരുന്ന നമ്പർ അല്ലെങ്കിൽ നമ്മൾ എടുത്ത നമ്പർ, ആ നമ്പർ നമ്മുടെ ഈ 6-നേക്കാളും വലുതാണോ ചെറുതാണോ നോക്കുക. ഓക്കെ, നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമുക്ക് തന്നേക്കുന്ന നമ്പറിനെയാണ് നോക്കേണ്ടത്. നമുക്ക് ഈ കിട്ടിയ 6-നെ വെച്ച് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. 6-നല്ല ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്, ആ തന്നേക്കുന്ന നമ്പറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 4 6-നേക്കാളും വലുതാണോ ചെറുതാണോ? അപ്പൊ നമുക്ക് തന്നേക്കുന്ന 4 ഈ 6-നേക്കാളും നമ്മൾ എടുത്ത നമ്പറിനേക്കാളും ചെറുതാണ്. ചെറുതാണെങ്കിൽ നമ്മുടെ ആൻസറും ചെറുതായിരിക്കും. അതല്ല, ഇൻ കേസ് നമുക്ക് അവിടെ വന്നിരുന്ന ആ വാല്യൂ ഈ 6-നേക്കാളും വലിയ വാല്യൂ ആയിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വന്നേനെ? ഇവിടുത്തെ വലിയ വാല്യൂ ആൻസർ വന്നേനെ, 29 ആൻസർ വന്നേനെ. അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അപ്പൊ ഈ ഒരു 3 സ്റ്റെപ്പ് വഴി നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ, ഇപ്പൊ ഈ താഴെ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അത് നമുക്ക് മൈൻഡിൽ എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എഴുതുമ്പോൾ സ്റ്റെപ്സ് ആയിട്ട് എന്ത് മാത്രമേ വരാൻ പാടുള്ളൂ? ഇത്രയും നമ്മുടെ സ്റ്റെപ്പ് ആയിട്ട് വരാൻ പാടുള്ളൂ. ഇതിൽ കൂടുതൽ ഒരു സ്റ്റെപ്പും നമുക്ക് വരാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അതിനെ എടുത്തു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ നമ്പറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ?
അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈ സ്റ്റെപ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫെമിലിയർ ആകാം. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത ഒരു നമ്പർ എടുക്കാം, വളരെ ഇമ്പോർട്ടൻറ്റ് നമ്പർ, നമ്മുടെ 4096 എടുക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് സ്ക്വയർ നമ്പറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ സ്ക്വയർ റൂട്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കിൽ നിന്ന് 2 നമ്പർ വിടുക, അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. ഇനി പെട്ടെന്നോടെ നമുക്ക് ചെയ്തു പോവാം. 6 ഏതിന്റെയൊക്കെ സ്ക്വയർ ആണ് 6ൽ അവസാനിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഏതിന്റെയൊക്കെ സ്ക്വയർ 6ൽ അവസാനിക്കുന്നത് 4 6 സ്ക്വയർ ആണ് 6ൽ അവസാനിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസറിന്റെ അവസാനത്തെ ഡിജിറ്റ് either 4 ആണ് അല്ലെങ്കിൽ 6 ആണ്. ഇനി ഈ സൈഡിലെ പരിപാടി കഴിഞ്ഞു. ഈ സൈഡ് ഇനി നോക്കിയേ വേണ്ട. ഇനി ഈ 40ന്റെ അടുത്തേക്ക് വരിക. ഈ 40ന്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ 40ന്റെ താഴെ വരുന്ന സ്ക്വയർ ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. 40ന്റെ താഴെ വരുന്ന സ്ക്വയർ ഏതാ? 36 അല്ലേ? ആൻഡ് 36 ഏതിന്റെ സ്ക്വയർ? 6ന്റെ സ്ക്വയർ അല്ലേ? ആ 6 കൊണ്ടുവന്ന് ഇവിടെ ഈ നമ്പറിന്റെ മുമ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ആൻസർ 64 ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ 66 ആണ്. ഇനി ഏതാന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിനുവേണ്ടി ഒരു തേർഡ് സ്റ്റെപ്പ് ഒന്നും ആലോചിക്കേണ്ട. ആ 6 എഴുതിയാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? 6 അടുത്ത നമ്പർ അങ്ങ് ചെയ്തേക്കുക. അപ്പോൾ 6 × 7 എത്ര വരും? 42 എന്ന് വരും. പക്ഷെ നമുക്ക് അവിടെ തന്നേക്കുന്ന നമ്പർ നോക്കിയാൽ അത് ചെറുതാണോ വലുതാണോ? ആ 40 നമുക്ക് ആ തന്നേക്കുന്ന നമ്പർ 40 നമുക്കിപ്പോൾ കിട്ടിയ നമ്പറിനേക്കാളും ചെറുതല്ലേ? അപ്പൊ തന്നേക്കുന്ന നമ്പറാണ് നോക്കേണ്ടത്. ഒരിക്കലും നമ്മൾ എടുത്ത നമ്പറിനെ അല്ല, തന്നേക്കുന്ന നമ്പറിനെയാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 40 നമ്മുടെ ചെറിയ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 64 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ആ രീതിയിൽ അങ്ങ് എടുത്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത് നോക്കിയ വലിയ നമ്പേഴ്സ് നമുക്ക് ഇതേ പ്രോസസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ നേരത്തെ ചെയ്തൊരു നമ്പർ ആയിരുന്നു 5329. നമുക്ക് അതിലൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ 5329ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബാക്കിൽ നിന്ന് 2 നമ്പർ വിട്ടു, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു. ഏതിന്റെയൊക്കെ സ്ക്വയർ ആണ് 9ൽ അവസാനിക്കുന്നത്? നമ്മുടെ 3യുടെ സ്ക്വയർ 9ലാണ് അവസാനിക്കുന്നത്, 7ന്റെ സ്ക്വയർ 9ലാണ് അവസാനിക്കുന്നത്. ഈ സൈഡ് കഴിഞ്ഞു. 53യുടെ അടിയിൽ വരുന്ന സ്ക്വയർ ഏതാ? 49 ആണ്. ഏതിന്റെ സ്ക്വയർ 49? 7ന്റെ സ്ക്വയർ ആണ്. സോ അങ്ങനെ 73യോ 77ഓ ആണ് നമ്മുടെ ആൻസർ. ഇനി ഉടനെ എന്ത് ചെയ്യുക? 7 × അടുത്ത നമ്പർ 7 × 8 നമുക്ക് എത്ര വരും? 56 എന്ന് വരും. പക്ഷെ നമുക്ക് അവിടെ എത്രയേ ഉള്ളൂ? 53യേ ഉള്ളൂ. ചെറിയ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഈ 2 നമ്പറിലെ ചെറിയ നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ. 73 ചെറിയ നമ്പർ, അതാണ് നമ്മുടെ ആൻസർ. കഴിഞ്ഞു. അതുകൊണ്ട് ഈ 56 നമുക്ക് വലുതാ. നമ്മുടെ ആ തന്നേക്കുന്ന 53 ചെറിയ നമ്പറാണ്. ഓക്കെ, അപ്പൊ ചെറിയ നമ്പറാണ്, ആൻസറും ചെറിയ നമ്പറാണ്. അടുത്ത ഒരെണ്ണം ട്രൈ ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത വേറെ ഒരു നമ്പർ ആയിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 7567. നമ്മൾ കണ്ടുപിടിച്ച ഒരു നമ്പർ 7569. ഓക്കെ, 7569. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. 7569 ബാക്കിൽ 2 നമ്പർ വിട്ടു, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു. ഇനി നമുക്കിവിടെ 9 ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ എടുത്ത പോലെ തന്നെ ഏതാ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 3 വരും, അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് 7 വരും. ഈ സൈഡ് കഴിഞ്ഞു. ഇനി ഈ സൈഡിലേക്ക് വന്നാൽ 75യുടെ അടി വരുന്ന സ്ക്വയർ ഏതാ? 75യുടെ അടി വരുന്ന സ്ക്വയർ ഏതാ? ആലോചിച്ച് നോക്കിയേ. 64 അല്ലേ 75യുടെ അടി വരുന്ന സ്ക്വയർ? ആൻഡ് 64 ഏതിന്റെ സ്ക്വയറാ? 8ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ 8 കൊണ്ട് ഇതിന്റെ മുമ്പിൽ കൊണ്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ആൻസർ either 83 ആണ്, അല്ലെങ്കിൽ 87 ആണ്. ഇനി ഉടനെ എന്ത് ചെയ്യുക? ആ 8 × 9 8 × 9 72 ആ. പക്ഷെ നമുക്ക് അവിടെ തന്നേക്കുന്ന നമ്പർ നോക്കിയാൽ ആ 72നേക്കാളും വലിയ നമ്പർ അല്ലേ? 75 അവിടെ കൊടുത്തേക്കുന്നത്. ആണെങ്കിൽ ആൻസർ എന്തായിരിക്കണം? വലിയ നമ്പർ ആയിരിക്കണം. വലിയ നമ്പർ ഏതാ ഇതിലെ? 87 അല്ലേ? സോ ആൻസർ എന്ത് വരും? 87 എന്ന് വരും. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു വലിയ നമ്പേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമ്മൾ നേരത്തെ എടുത്ത ചില വളരെ ഇമ്പോർട്ടൻറ്റ് വലിയ നമ്പേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ എടുത്തൊരു നമ്പർ ആയിരുന്നു 12544 എന്നുള്ള നമ്പർ. അപ്പം ബാക്കിൽ നിന്ന് 2 നമ്പർ വിടുക, അതിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ബാക്കിൽ നിന്ന് എത്ര വലിയ നമ്പർ ആയാലും ബാക്കി 2 നമ്പർ വിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. 4 ആണെങ്കിൽ നമ്മുടെ നമ്പറിന്റെ അവസാനം എന്തൊക്കെ വരും? നമ്മുടെ അവസാനത്തെ ഡിജിറ്റ് ഒന്നെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം 64 നമ്മുടെ 8 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഏതിന്റെയൊക്കെ സ്ക്വയർ 4 അവസാനിക്കുന്നത്? 2ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും. ഈ സൈഡ് കഴിഞ്ഞു. ഇനി 125യുടെ അടിയിലുള്ള സ്ക്വയർ ഏതാ? നമുക്കറിയാം 121. ഏതിന്റെ സ്ക്വയറാ 121? 11ന്റെ സ്ക്വയറാ. സോ 11 കൊണ്ടുവന്ന് ഇവിടെ മുമ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ either 112 ആണ്, അല്ലെങ്കിൽ 118 ആണ്. ഇനി ഇതിലെ ഏതാണെന്ന് അറിയണം. അതിനുവേണ്ടി നമ്മൾ 11 × 12 ചെയ്യുക. അടുത്ത നമ്പർ, തൊട്ടടുത്ത നമ്പർ. അപ്പൊ 11 × 12 നമുക്ക് 132 എന്ന് വരും. നമുക്ക് അവിടെ തന്നേക്കുന്ന നമ്പർ നോക്കിയേ. 132നേക്കാളും വലുതാണോ ചെറുതാണോ? 132നേക്കാളും ചെറുതാണ് 125. 125 ചെറുതാണ്, ആൻസർ എന്തായിരിക്കും? ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 112 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് നമുക്ക് ഒരു നമ്പർ കൂടി ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത എഗെയിൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് നമ്പർ 17161. അതിന്റെ സ്ക്വയർ റൂട്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ബാക്കിൽ നിന്ന് 2 നമ്പർ വിട്ടു, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഈ ഒരു 1ൽ അവസാനിക്കുന്ന സ്ക്വയർ ഏതൊക്കെയാണ്? 1ൽ അവസാനിക്കുന്ന സ്ക്വയർ 1ഓ അല്ലെങ്കിൽ 9ഓ ആണ് 1ൽ അവസാനിക്കുന്ന സ്ക്വയർ. ഈ സൈഡ് കഴിഞ്ഞു. ഇനി 171ന്റെ അടുത്തുള്ള സ്ക്വയർ ഏതാ? 171ന്റെ അടുത്തുള്ള സ്ക്വയർ 169 ആണ്. ഏതിന്റെ സ്ക്വയർ ആണ്? 13ന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ 131ഓ അല്ലെങ്കിൽ 139ഓ ആയിരിക്കും ആൻസർ വരാൻ പോകുന്നത്. ഇനി ഉടനെ എന്ത് ചെയ്യുക? 13 × 14 ചെയ്യുക.
അപ്പോൾ 13 ഇൻറ്റു 14 ചെയ്യുവാണെങ്കിൽ നമുക്കത് എത്ര വരും? അത് നമുക്ക് 169 പ്ലസ് 13 നമുക്കത് ഇവിടെ 2 നമുക്കിത് 8 നമുക്കത് 169 പ്ലസ് 13 നമുക്കത് 9 പ്ലസ് 3 നമുക്ക് 12 ക്യാരി ഓവർ 6 പ്ലസ് 1 7 പ്ലസ് 1 8 നമുക്ക് 182 എന്ന് വരും. പക്ഷെ അവിടെ തന്നേക്കുന്ന നമ്പർ നോക്കിക്കേ, ചെറിയ നമ്പർ അല്ലേ 171. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? ചെറിയ നമ്പർ വരും 131. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഈ പറഞ്ഞ വേദിക് മാത്സിന്റെ സ്ക്വയറും സ്ക്വയർ റൂട്ടിന്റെ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്പെഷ്യൽ ബാച്ചസും ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ബാച്ചസിൽ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കും SSCയും റെയിൽവേക്കൊക്കെ വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെ ആയിരിക്കും ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്ലാസ്സസിലൊക്കെ 85% അറ്റൻഡൻസും അതുപോലെ നമുക്ക് ഇവിടെ വരുന്ന മോക്ക് ടെസ്റ്റുകളോ ക്യൂസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ടാസ്കുകളിലൊക്കെ തന്നെ 85% ടാസ്ക് കംപ്ലീഷനും ഉണ്ടെങ്കിൽ, ഇപ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 85% അറ്റൻഡൻസും 85% ടാസ്ക് കംപ്ലീഷനും ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഈ ഒരു ബാച്ച്, നമുക്കറിയാം സാധാരണ ഈ ബാച്ചിന്റെ ഒക്കെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ വാലിഡിറ്റി ആയിരിക്കും വരുന്നത്. ആ ഒരു വാലിഡിറ്റി 1 ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും ഈ ഒരു ബാച്ചിന്റെ കേസിൽ. അതാണ് ഒരു വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലാണ്. അപ്പം 1 ഇയറിലേക്ക് നമുക്ക് ഈ ഒരു ബാച്ച് എടുത്താൽ പോലും നമുക്ക് ഒരു ജോലി കിട്ടിയാൽ പോലും അടുത്തൊരു ബെറ്റർ ജോബിന് വേണ്ടി പഠിക്കണമെങ്കിൽ പുതിയൊരു കോഴ്സിന്റെ ആവശ്യമില്ല. അടുത്ത വർഷവും ഈ ഒരു ബാച്ചിലേക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് 1 ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇത് കൂടാതെ പിന്നെയും വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്ന ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈഫ് ടൈം എന്താ പറയുക, ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ആക്സസ് കൂടിയാണ് കിട്ടുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫ്യൂച്ചറിൽ വരുന്ന നോട്ടിഫിക്കേഷൻസും അതിനു വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് PDFs ഒക്കെ തന്നെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കിട്ടും. അപ്പോൾ അതൊരു വലിയ സപ്പോർട്ട് ആയിരിക്കും. ലൈക്ക് നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും അടുത്ത ഇതേപോലത്തെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ബാച്ചസ് എന്ന് പറയുന്നത് ഓൺലൈൻ ബാച്ചസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ക്ലാസ്സസ് കാണും, അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് കാണും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന റെക്കോർഡ് ക്ലാസ്സസിൽ പഠിക്കുന്ന ടോപ്പിക്സിന് തന്നെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലൈവ് ക്ലാസ്സസിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ട്, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ സെഷൻസ്, അതുപോലെ കോർ ടോപ്പിക്കിന്റെ ലൈവ് ഡിസ്കഷൻ സെഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതുകൂടാതെ ആപ്പിൾ AI സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വഴി നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഒരു കോളേജിൽ പഠിക്കുന്ന ആളായാലും ശരി, ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയാലും ശരി, അവർക്ക് പോലും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്തുകൊണ്ടാണ് റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് കാണാൻ പറ്റും. ആൻഡ് ലൈവ് ക്ലാസ് എല്ലാം പോകുന്നത് ഈവനിങ് ടൈം ആയിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വർക്കോ, ഡേ ടൈം ഉള്ള വർക്കോ അല്ലെങ്കിൽ ക്ലാസ്സസോ എഫക്റ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബാച്ചസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെയും കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇപ്പോൾ ഉള്ള ഓഫർ പ്രൈസുകളിലും നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് തീർന്നിട്ടില്ല, നമുക്ക് ഇനി ഇതിന്റെ ഒരുപാട് സെഷൻസ് മുമ്പിലോട്ട് വരുന്ന ദിവസങ്ങളിൽ വരും. എല്ലാ ദിവസവും നിങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന സെഷൻസിൽ നമുക്ക് ഇതിന്റെ റിമൈനിങ് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും ആണ് നോക്കിയത്. ഇനി അടുത്ത ക്യൂബ് റൂട്ട്, അതുപോലെ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സും ഒക്കെ തന്നെ ഉണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് ഇനി വരുന്ന സെഷൻസിൽ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. ചാനലും ഫോളോ ചെയ്യുക. മുമ്പിലോട്ട് വരുന്ന അപ്ഡേറ്റ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിന്റെ അപ്ഡേറ്റ്സും ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ വേണ്ടി, അതുപോലെ ഇതേപോലത്തെ സ്പെഷ്യൽ സെഷൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടും ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്